Symmetric group or permutation group. This is also important group. Permutation group അല്ലെങ്കിൽ symmetric group. It is denoted by Sn. Suppose A is a set 1, 2, 3 etc. n. അപ്പം n elements ഉള്ള ഒരു n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉള്ള ഒരു സെറ്റാണ് എ 1, 2 etc. n. അപ്പം എസ് എൻ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൽ n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, എസ് എൻ ഇസ് എ പെർമ്യൂട്ടേഷൻ ഫ്രം എ ടു എ, എയിൽ നിന്ന് എയിലോട്ടുള്ള ഒരു പെർമ്യൂട്ടേഷൻ, ഒരു ഫംഗ്ഷൻ തന്നെയാണ് എസ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മിനിമം 3 എടുക്കുക. S3 എടുത്താൽ S3നകത്ത് എത്ര എലമെൻറ്റ് ഉണ്ടാവും? 3 ഫാക്ടോറിയൽ 6 എലമെൻറ്റ്സ്. സോ S3നകത്ത് റോ നോട്ട്, റോ 1, റോ 2, റോ 3, റോ 4, റോ 5 രണ്ട് 6 ആയല്ലോ. 6 എലമെൻറ്റ്സ് ആർ ദെയർ ഇൻ S3. അപ്പം 3, അപ്പം എക്കകത്ത് നമ്മൾ എത്ര എടുത്ത S3 എന്ന് പറയുമ്പോൾ 1, 2, 3 മതി. സോ ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ഇൻ എ ട്രയാങ്കിൾ. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ദ വേർഡ്സസ് ഓഫ് എ ട്രയാങ്കിൾ. 1, 2, 3 3 സിമ്പിൾസ്, 1, 2, 3 മാത്രം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ വേർഡ്സ് ആയിട്ട് എടുത്താൽ റോ 0 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1, 2, 3 1, 2, 3 തന്നെയാണ്. എന്ന് വെച്ചാൽ ദിസ് മീൻസ് 1ൻ്റെ ഇമേജ് 1, 2ൻ്റെ ഇമേജ് 2, 3ൻ്റെ ഇമേജ് 3, 1 goes to 1, 2 goes to 2, 3 goes to 3. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇമേജസ് ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. സോ റോ നോട്ട് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി, ഇത് ഐഡൻറ്റിറ്റി പോലെ കേട്ടോ, ഐഡൻറ്റിറ്റി ഇതാണ്, അത് തന്നെയാണ്. ഇനി റോ 1 മീൻസ് 1, 2, 3, അതിൽ 1 goes to 2, 2 goes to 3, 3 goes to 1. അതായത് 1 goes to 2, 2 goes to 3, 3 goes to 1. ഇത് റൊട്ടേഷൻ പോലെയാണ്. ഒന്ന് നമ്മൾ 60 ഡിഗ്രിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും, റോ 1 കിട്ടും. എഗെയിൻ അതിനെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലോ 1 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും. അപ്പോൾ അതാണ് ഇത് റോ 2. 1, 2, 3, 1 goes to 3, 2 goes to 1, 3 goes to 2, 3, 1, 2, ഇത് 2, 3, 1. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ 60 നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. എഗെയിൻ 60 മൂവ് ചെയ്താലോ, 60 ഡിഗ്രി മൂവ് ചെയ്ത് ഇതാണ് കിട്ടുന്നത്. ഇനി അഗെയിൻ 60 ഡിഗ്രി മൂവ് ചെയ്താൽ 1, 2, 3, 3, 1, 2 കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ നോക്കിയേ 1, 2, 3 60 ഡിഗ്രി മൂവ് ചെയ്യുമ്പം 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും. ഓക്കെ, അപ്പം 1 goes to 3 ആയില്ലേ. ടു goes to 1, 3 goes to 2. ഓക്കെ, നമുക്ക് റോ 2 കിട്ടി. ഓക്കെ, അപ്പം അഗെയിൻ നമുക്ക് മൂവ് ചെയ്താൽ ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഓക്കെ, അപ്പം 2, 3, 1 ആവും. 2, 3, 1 മറ്റേ 3, 1, 3, 1, 2, 3, 1, 2, 2, 3, 1. ആദ്യത്തെ 1, 2, 3. സോ റോ നോട്ട്, റോ 1, റോ 2 റൊട്ടേഷനാണ്. ഓക്കെ, നമ്മൾ ആ വേർഡ്സസിനൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി റോ 3 എങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. റോ 3 എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1, 2, 3, 1 goes to 1, 2 goes to 3, 3 goes to 2. അപ്പോൾ 1, 2, 3. സപ്പോസ് ദിസ് ഈസ് ദ ട്രയാങ്കിൾ. ഇനി ഇതിൽ റോ 3 അല്ലേ, 1, 1 തന്നെയാണ്. 2ഉം 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സപ്പോസ് ഇങ്ങനൊരു ഒരു സിമെട്രിക്ക് ഒരു സംഭവം വെച്ചിട്ട്, ഒരു മിറർ പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ എന്ത് വരും? ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ എന്ത് വരും? 3 2ൻ്റെ സ്ഥാനത്ത് വരും, 2 3ൻ്റെ സ്ഥാനത്ത് വരും. 1 1ൻ്റെ പ്ലേസിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലിപ്പിംഗ് ആണ് റോ 3 എന്ന് പറയുന്നത്. 1 is fixed, 2 goes to 3, 3 goes to 2. ഇനി റോ 4 ആണെങ്കിലോ, ദിസ് ഇസ് റോ, ഓക്കെ, എസ് അല്ല റോ 4 is 1, 2, 3. ദിസ് ഇസ് ദ ട്രയാങ്കിൾ. നമ്മൾ 2ൻ്റെ സൈഡിൽ നമുക്കൊരു സിമെട്രി, ഒരു മിറർ വെച്ച പോലെ നോക്കിയാൽ ഫ്ലിപ്പ് ചെയ്താൽ എന്ത് വരും? 2 2ൻ്റെ പ്ലേസിൽ തന്നെ നിൽക്കും. 1 goes to 3 and 3 goes to 1. ഓക്കെ, 1 goes to 3, 2 2 തന്നെയാണ്, 3 goes to 1. ഇതാണ് റോ 4. നെക്സ്റ്റ് റോ 5 ആണെങ്കിൽ 1, 2, 3 എവിടെ ഫ്ലിപ്പ് ചെയ്യണം? 3യിൽ വെച്ച് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ 1 2ൽ പോവും, 2 1ൽ പോവും, 3 3ൻ്റെ പ്ലേസിൽ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലിപ്പിംഗ് ആണ് റോ 3, റോ 4, റോ 5. റൊട്ടേഷൻ ആണ് റോ നോട്ട്, റോ 1, റോ 2. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഓർ സിമെട്രിക് ഗ്രൂപ്പ്. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൽ എസ് എൻ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ കോമ്പോസിഷൻ. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബൈനറി ഓപ്പറേഷൻ കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ അറിയാലോ, എഫ് ഓഫ്
ജി ഓഫ് എക്സ് എഫ് കോമ്പോസിഷൻ ജി. ഓക്കെ, അതുപോലെ അപ്പോൾ കോമ്പോസിഷൻ മാപ്പിംഗ് വെച്ചിട്ടാണ് എസ് എൻ ഗ്രൂപ്പ് ആവുന്നത്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഗ്രൂപ്പാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ കോമ്പോസിഷൻ അറിയണമല്ലോ, ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അറിയണം. അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ റോ നോട്ട്, റോ 1, റോ 2, റോ 3, റോ 4, റോ 5. ഹിയർ ഓൾസോ റോ നോട്ട്, റോ 1, റോ 2, റോ 3, റോ 4, റോ 5. ഓക്കെ, റോ 5. ദിസ് ഈസ് ദ ടേബിൾ. ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കിട്ടും, ഐഡൻറ്റിറ്റി കിട്ടും, ഇൻവേഴ്സ് എല്ലാം കിട്ടും. റോ നോട്ട് എന്തായിരുന്നു? 1 2 3 goes to 1 2 3 cells. റോ 1 1 2 3 2 3 1. റോ 2 1 2 3 3 1 2. റോ 3 1 2 3 1 3 2. റോ 4 1 2 3 3 2 1. റോ 5 1 2 3 3 ഫിക്സഡ് അല്ലേ, 2 1. ഓക്കെ, അപ്പോൾ ഇതാണ് എല്ലാം റോ നോട്ട്, റോ 1, റോ 5 വരെ. ഇനി ഇതിനകത്ത് നമ്മൾ കോമ്പോസിഷൻ മാപ്പാണ് കോമ്പോസിഷൻ. സോ വാട്ട് ഈസ് റോ നോട്ട് ഇൻറ്റു റോ നോട്ട്? റോ നോട്ട് ഓഫ് റോ നോട്ട് എന്ന് വെച്ചാൽ 1 goes to 2. ഇമേജ് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വൺ ടു ത്രീ റോ നോട്ട് 1 2 3 ഓഫ് 1 2 3 1 2 3 തന്നെയാണ്. അപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ 1 goes to 1 അല്ലേ, ഈ 1 എങ്ങോട്ട് പോവും? 1 തന്നെ പോവും. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 ആയിട്ട് തന്നെ നിൽക്കും. 2 goes to 2, 2 goes to ഈ 2 എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനകത്ത് 2 എങ്ങോട്ടാണ് പോകുന്നത്? 2 തന്നെ. അപ്പോൾ 2 goes to 2. 3 goes to 3 ആൻഡ് ദിസ് 3 goes to 3 itself. അപ്പോൾ 3 goes to 3 തന്നെയാണ്. അപ്പോൾ റോ നോട്ട് ഇൻറ്റു റോ നോട്ട് നമുക്ക് റോ നോട്ട് തന്നെ കിട്ടും. ഓക്കെ, റോ നോട്ട് തന്നെ കിട്ടും. റോ നോട്ട് ഇൻറ്റു റോ 1 ആണെങ്കിലോ? റോ നോട്ട് ഇൻറ്റു റോ 1 ആണെങ്കിൽ 1 2 3 1 2 3. റോ 1 എന്തായിരുന്നു? 1 2 3 3 1 2 അല്ല 2 അല്ലേ, 2 3 1 2 3 1. ഓക്കെ, അപ്പോൾ 1 goes to 1. ഈ 1 എവിടെയാണ് പോയത്? 2. അപ്പോൾ 1 goes to 2. 2 goes to 2 ആൻഡ് ദിസ് 2 goes to 3. 3 goes to 3. ആ 3 എങ്ങോട്ടാണ് പോയത്? 2. അപ്പോൾ 3 goes to 3 goes to 3. ഇവിടെ 1 അല്ലേ? 1. ഓക്കെ, സോ ദി ആൻസർ ഇസ് 1 2 3 2 3 1 ആണ്. 2 3 1 എന്തായിരുന്നു? നമുക്ക് നോക്കാം. 2 3 1 റോ 1 ആണ്. സോ ദിസ് ഇസ് റോ 1. അതുപോലെ റോ നോട്ട് ഇൻറ്റു റോ 2 ചെയ്താൽ റോ 2 തന്നെ ആയിരിക്കും. റോ നോട്ട് ഇൻറ്റു റോ 3 റോ 3, റോ നോട്ട് ഇൻറ്റു റോ 4 റോ 4 ഇങ്ങനെ വരും. ബിക്കോസ് റോ നോട്ട് ഐഡൻറ്റിറ്റി അല്ലേ, ഐഡൻറ്റിറ്റി ആകുമ്പോൾ ആ എലമെൻറ്റ് അതിലോട്ട് തന്നെ കൊണ്ടുപോകും. അതുപോലെ ഇങ്ങോട്ടും റോ നോട്ട് ഇൻറ്റു റോ 1, റോ നോട്ട് ഇൻറ്റു റോ 2 റോ 2, റോ നോട്ട് റോ 3 റോ 3, റോ 4 റോ 5. നെക്സ്റ്റ് റോ 1 ഇൻറ്റു റോ 1 അറിയണം. അപ്പോൾ 1 2 3 2 3 1 ഇതല്ലേ റോ 1. അത് തന്നെ. അപ്പോൾ 1 goes to 2 2 goes to 3. അപ്പോൾ ആദ്യം 3 കിട്ടും. 2 goes to 3 3 goes to 1. നെക്സ്റ്റ് 1 കിട്ടും. 3 goes to 1 1 goes to 2 3 1 2 3 1 2 എവിടെയാണുള്ളത്? ഇതാ റോ 2 ആണ്. അപ്പോൾ ഇവിടെ റോ 2 വരും. ഓക്കെ, ദെൻ റോ 1 റോ 2 എന്താണ്? 1 goes to റോ 1 റോ 2. അപ്പോൾ 1 goes to 2, ദിസ് 2 goes to 1. അപ്പോൾ 1 കിട്ടി. 2 goes to 3 3 goes to 2 2 കിട്ടി. 3 goes to 1 ആൻഡ് ദിസ് 1 goes to 3 1 2 3 കിട്ടി. 1 2 3 എന്തായിരുന്നു? റോ നോട്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് റോ 1 റോ 3 ആണെങ്കിലോ? റോ 1ഉം റോ 3, റോ 1 റോ 3. 1 goes to 2 2 goes to 3. അപ്പോൾ ആദ്യം 3 കിട്ടി. 2 goes to 3 3 goes to 2 2 കിട്ടി. അപ്പോൾ അടുത്ത 1 ആയിരിക്കും. 3 2 1 എന്താണ്? റോ 4. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം, 6x6 മാട്രിക്സ് പോലെ വരും. അതിനകത്തെ
ഫസ്റ്റ് 3 നമുക്ക് ഒരു സെറ്റാക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് 2 പാർട്ടായിട്ട് ബ്ലോക്കായിട്ട് മാറ്റാൻ പറ്റും. അതിൽ ഇത്രയും നമുക്ക് ഒന്നുപോലെ റോ നോട്ട് റോ 2, റോ 1 റോ 2 റോ 0. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? റോ 2 ഇവിടെ എന്തായിരിക്കും വരുന്നത്? സിമിലർലി താഴോട്ടും റോ നോട്ട് റോ 1 റോ 2, റോ 1 റോ 2, അപ്പോൾ ഇവിടെ റോ 0 ആയിരിക്കും. റോ 1 റോ 2 റോ നോട്ട്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? റോ 1 ആയിരിക്കും. മനസ്സിലായി? അപ്പം ഫസ്റ്റ് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് റോ നോട്ട് റോ 1 റോ 2, കോളം വൈസ് ആൻഡ് റോ വൈസ് എന്താണ് റിപ്പീറ്റ് ചെയ്യാതെ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയാമോ? ഇത് റോ 3 റോ 4 റോ 5ൻ്റെ കോമ്പിനേഷനാണ്. സോ റോ 3 റോ 4, ഇവിടെ റോ 5 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. റോ 1 റോ 4, റോ 1 റോ 4, 1 goes to 2, 2 goes to 2. അപ്പോൾ ആദ്യം 2 കിട്ടി, 2 goes to 3, 3 goes to 1. അപ്പോൾ 1 കിട്ടി, അപ്പോഴത്തെ 3 ആയിരിക്കും. 2 1 3 എന്താണ്? റോ 5. അപ്പോൾ ഇവിടെ റോ 5 ആയി. അപ്പോൾ ഇവിടെ ആരായിരിക്കും? റോ 4 റോ 5 റോ 3, റോ 4 റോ 5, ഇവിടെ റോ 3, റോ 5 റോ 3 റോ 4 ആയിരിക്കും. സോ ദാറ്റ് ഇസ് എ ടിപ്പിക്കൽ ഒരു ടേബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എന്താ? റോ 3 റോ 1, റോ 3യും റോ 1ഉം തിരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം. 1 goes to 1 ആൻഡ് ദിസ് 1 goes to 2. അപ്പോൾ 2 കിട്ടി, 2 goes to 3, 3 goes to 1. അപ്പോൾ 1 കിട്ടി, അപ്പോൾ അടുത്ത 3 ആയിരിക്കും. 2 1 3, 2 1 3 എന്തായിരുന്നു പേര്? 2 1 3 റോ 5. സോ ഹിയർ റോ 5. സോ ഇഫ് ഇറ്റ് ഈസ് റോ 5 ഹിയർ, ഇവിടെ എന്തായിരിക്കും? റോ 4 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ കണ്ടുപിടിക്കണം. റോ 4 ഇൻറ്റു റോ 1 അല്ലേ? റോ 4 റോ 1, റോ 4 റോ 1. അപ്പോൾ 1 goes to 3, 3 goes to 1, 1, 2 goes to 2, 2 goes to 3, 1 3 2 ആയിരിക്കും. 1 3 2ന് എന്താ പേര്? റോ 3. അപ്പോൾ ഇവിടെ 3. അപ്പോൾ ഇവിടെ ആരായിരിക്കും? റോ 5 ആയിരിക്കും. റോ 4 റോ 3 റോ 5. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? റോ 5 റോ 3, സോ ഹിയർ റോ 4, റോ 4 റോ 5, സോ ഹിയർ റോ 3. ഓക്കെ, സിമിലർലി നമുക്ക് ഇത് എഴുതാം. റോ 3 എന്താ? ഇതിനെ ഇതോട്ട് തന്നെ എടുത്താൽ 1 goes to 1, 1 goes to 1. അപ്പോൾ ഫസ്റ്റ് 1, 2 goes to 3, 3 goes to 2, 2 പിന്നെ 3 ആയിരിക്കും. 1 2 3, ഇത് റോ 0. ഇതിൻ്റെ ഒരു ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? റോ 3 റോ 4, ഇത് രണ്ട് 1 goes to 1, 1 goes to 3. അപ്പോൾ 3 കിട്ടി. റോ 3 റോ 4 അല്ലേ? 2 goes to 3, 3 goes to 1. സോ 1 3 1 2, 3 1 2 എന്താ പേര്? ഇറ്റ് ഈസ് റോ 2, റോ 2. അപ്പോൾ ഇവിടെ ആരായിരിക്കും? റോ നോട്ട് റോ 2 പിന്നെ റോ 1 ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് വരും? റോ 4 ഇൻറ്റു റോ 3, റോ 4 ഇൻറ്റു റോ 3. അപ്പോൾ 1 goes to 3, 3 goes to 2, 2 കിട്ടി, 2 goes to 2, 2 goes to 3, 3 കിട്ടി, 2 3 1, 2 3 1, 2 3 1 റോ 1. സോ ഹിയർസ് റോ 1. സോ ഇഫ് ഇറ്റ് ഈസ് റോ 1, റോ നോട്ട് റോ 1 റോ 2. ഇവിടെ റോ 4 റോ 4, 1 goes 3, 3 goes to 1. അപ്പോൾ 1, 2 goes to 2, 2 goes to 1 തന്നെയാണ്. 1 2 3, ഇത് റോ 0. അപ്പോൾ ഇവിടെ റോ 0 ആണെങ്കിൽ ഇവിടെ ആരായിരിക്കും? റോ 1 റോ 0 റോ 2, റോ 2 റോ നോട്ട് റോ 1, റോ 1 റോ 2 റോ നോട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടേബിൾ. അതിനെ നമ്മൾ എന്ത് പറയും? ടേബിൾ ഇതാണ്. They are pretty satisfied.